ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വളാഞ്ചേരി പൂക്കാട്ടിരി എന്ന സ്ഥലത്താണുള്ളത്. ഏകദേശം സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോർ ഒരു 1400, ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഒരു 500 സ്ക്വയർ ഫീറ്റും വരുന്ന ഒരു പ്രൊജക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് അകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ സിറ്റ് ഔട്ട് നിന്ന് നേരെ വരുന്ന ഒരു പോർഷനാണ് ലിവിങ്ങിൻ്റെ പോർഷനിലേക്കാണ് വരുന്നത്. ലിവിങ്ങിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ വിൻഡോസും കാര്യങ്ങളൊക്കെ മെറ്റലും പോളിഷ് റോഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സിറ്റിംഗ് എങ്ങനെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൽ ഷേപ്പിലാണ് ഇതിന്റെ സിറ്റിംഗ് ഏരിയ വരിക. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്കാണ് ഇതിന്റെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ലിവിംഗിന് നേരെ വരുന്ന ഒരു പോർഷൻ വരുന്നത് ഡൈനിങ്ങിന്റെ പോർഷനിലേക്കാണ് വരുന്നത്. ഡൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടും ഒന്നുകൂടി സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയും വലിയൊരു ലെങ്ത്തിലുള്ള വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മളിവിടെ ബേസിന്റെ സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ബേസിന് ഒരു ഏരിയ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്കാണ് ഇതിന്റെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വൺ സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പിന്റെ ഒരു വൺ സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ഇനി അത് പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഈ താഴ്ഭാഗത്തായിട്ടാണ് പിന്നെ വലിയൊരു വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്കാണ് ഇതിന്റെ സ്റ്റഡി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റെയറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, ഒറ്റ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഇതിന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോൺക്രീറ്റ് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് ബേസിന്റെ സെക്ഷനുക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ സ്പേസിൽ തന്നെ ഇവിടെ ഒരു സിങ്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് ഇതിന്റെ ഒരു റാക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നേരെ ഔട്ട് സൈഡിലേക്കുള്ള ഡോറാണ് കാണുന്നത്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ വരുന്നൊരു സ്പേസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം. അപ്പോൾ റൈറ്റ് സൈഡിലെ ബെഡ്റൂം നമുക്ക് കാണാം. ഇതിൽ ബെഡ്റൂമിൻ്റെ ഒരു പോർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കുള്ള വലിയൊരു വിൻഡോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇതും ഈ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബേ വിൻഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ ബേ വിൻഡോ വരുന്നത്. അതുപോലെ തന്നെ കട്ടിലിന്റെ ഹെഡ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. രണ്ട് സൈഡിൽ നമ്മൾ സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ അപ്പോൾ ഇത്രയും പോർഷനാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഏകദേശം 1400 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് വരുന്നത്. നമ്മുടെ താഴത്തെ ലിവിങ്ങിലേക്കാണ് നേരെ വ്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് രണ്ട് സൈഡിലായിട്ട് വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഗ്ലാസ് വിൻഡോസ് ആണ്, ഫിക്സ്ഡ് വിൻഡോസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഡീറ്റെയിൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ റൂമേ ഉള്ളൂ ഇതിൽ ഫസ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സിറ്റിംഗ് ഏരിയ, അതുപോലെ ഒരു ബാൽക്കണി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം നമുക്കൊന്ന് കാണാം. അത് താഴത്തെ ബെഡ്റൂമിനൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുള്ളത്. കാരണം വലിയൊരു വിൻഡോസ്, ഹൈറ്റുള്ള വലിയൊരു വിൻഡോസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബേവിൻ്റെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന വലിയ വിൻഡോസ് ആണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ലൈക്ക്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. ഓക്കെ, ബൈ.